ടോക്സിക് എന്നല്ല, ടോർച്ചർ എന്നാണ് ഈ പടത്തിനെ പറയേണ്ടത്. അതായത് 3.25 മണിക്കൂറേ എന്ത് കുന്തമാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈക്ക് അങ്ങനെയല്ല, സ്റ്റോറി ലൈനൊക്കെ എനിക്ക് കുറച്ച് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. ഐ മീൻ സ്റ്റോറി ഉണ്ട്, പക്ഷെ സ്ക്രീൻ പ്ലേ അറുപോറ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് ട്വിസ്റ്റ് കാര്യമായിട്ട് പ്രത്യേകിച്ച് കഥ എന്ന് പറയാനൊന്നുമില്ലായിരുന്നു, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. കാരണം ഒരു കണക്ഷൻ ഇല്ലാണ്ട് എന്തൊക്കെയോ കാണിച്ചു കണക്ട് അടുത്ത് കൂടെ പോലും പോയിട്ടില്ല. അതെ, മൊത്തം തുടക്കം തൊട്ട് അവസാനം വരെ വെറുതെ കുറെ എല്ലാരും കാണുന്നവരൊക്കെ വെടിവെച്ച് കൊല്ലുക. അതിന്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി നല്ല പോലെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയല്ല, ജസ്റ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇമോഷണൽ കണക്ട് നല്ലപോലെ വർക്കായ ക്ലൈമാക്സ് ട്വിസ്റ്റ് പക്കയായിട്ട് വർക്കാവുമായിരുന്നു. പക്ഷെ ഇമോഷണൽ കണക്റ്റിന്റെ അടുത്ത് കൂടെ പോലും പോയി. ഫൈനൽ ട്വിസ്റ്റ് എടുത്തേക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ അതിൽ വന്ന ഡയലോഗ് ഒന്നുകൂടി, അതിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒന്നുകൂടി ബെറ്റർ ആവണമെന്ന്. ഡയലോഗ് മോശമായിരുന്നു, ഡയലോഗ് നല്ല രീതിയിൽ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഓഡിയൻസ് മൊത്തം ചിരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുവായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ചിരിക്കുമായിരുന്നു. ക്ലൈമാക്സിലെ ഇമോഷണൽ സീൻ കണ്ടാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. ലാസ്റ്റ് ഉള്ള ആ കുറച്ച് പാർട്ടിൽ വന്ന ഡയലോഗ് ഒരു സീരിയൽ, നമ്മൾ പണ്ടത്തെ ഒരു സീരിയൽ കാണില്ലേ, അമ്മ സീരിയലൊക്കെ കാണുമ്പോ അതില് ആ മോള് അമ്മേ അമ്മേന്ന് പറഞ്ഞ് കരയുന്ന പോലെ ഇതില് ഡാഡി ഡാഡി പറഞ്ഞ് കരയുക. പക്ഷെ ഇതിലൊരു എനിക്ക് ഇപ്പഴും മനസ്സിലാവാത്ത കാര്യം, ഈ ഗോവയിലെ ഇതുപോലെ മഞ്ഞൊക്കെ വീഴുന്നു. ഗോവയില് വെച്ച് പോർച്ചുഗീസുകാരുടെ കഥ പറയുകയും വേണം, അതിന്റെ പുറകെ പോയിട്ട് മഞ്ഞുള്ള സ്ഥലവും വേണം ക്ലൈമാക്സിൽ എന്നുള്ളൊരു അവസ്ഥയായി പോയി. എന്തായാലും വല്ലാത്തൊരവരോധമാണ്. യാഷിന്റെ കുറെ പൈസ ഒട്ടിക്കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി നന്നാവെന്ന് വിചാരിച്ചു. മേക്കിംഗ് ഒക്കെ ഹോളിവുഡ് ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സീനും ഒക്കെ രസമുണ്ട്, പക്ഷെ അത് എക്സിക്യൂഷൻ പക്ക പാളി. യാഷിന്റെ 4 കൊല്ലവും പോയി. എന്തായാലും നമ്മുടെ മലയാളം ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു, അതെ, മലയാളം ഡബ് ഭയങ്കര മോശമായി പോയി. അതാണ് ആ ലാസ്റ്റ് ക്ലൈമാക്സിന് അത്രയും ബോറായി പോകാൻ കാരണം. അല്ല ഇതല്ല കോമഡി, ഇതല്ല നയൻതാരൊക്കെ, അല്ല മറ്റു ഭാഷയിലെ നല്ലതാണോ അറിയില്ല ഇടരൊക്കെ. നയൻതാരൊക്കെ എന്താണ്, അല്ല എന്തായാലും ഇപ്പം നമ്മള് KGF കണ്ടതല്ലേ ആഷിന്റെ, അതില് മലയാളം ഡബാണെങ്കിലും നല്ല രസമായിരുന്നു. അല്ല അത് കൊള്ളായിരുന്നു. ആ ആളെന്നെയാണ് സൗണ്ട് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഡയലോഗുകൾ നാടകം. നല്ല സംശയമുണ്ട് ആ ആള് തന്നെയാണോ ഡബ് ചെയ്തിട്ടുള്ളതെന്ന്. കാരണം KGF ഒക്കെ മലയാളം ഓഡിയൻസിന്റെ ഇടയിൽ നല്ലൊരു ഇത് കിട്ടിയ ഫിലിം അല്ലേ. അല്ല എനിക്ക് ഫോം ചെയ്യാൻ കുറച്ചും കൂടി ഒരു രസം തോന്നിയത് അവസാനത്തെ ഒരു 45 മിനിറ്റ് ആയപ്പോഴാണ്. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് വന്ന ട്വിസ്റ്റും കൊള്ളായിരുന്നു. പക്ഷേ ലൈക്കബിൾ ക്യാരക്ടേഴ്സ് ഇല്ല, ലൈക്കബിൾ അല്ല, ഒരു ഇമോഷണൽ കണക്ട് ഇല്ല, ഒരു കുന്തമില്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത്, കാരണം ഓഡിയൻസിന്റെ റെസ്പോൺസ് കണ്ടിട്ട് ഫീൽ ചെയ്തത്, ഈ ആക്ടറിന്റെ അടുത്ത് ആദ്യം തൊട്ടേ ഒരു പുച്ഛം അവര് കാണാൻ കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല. അതിലൊരു മാസായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതോ ഒന്നും ഫീൽ ചെയ്തില്ല. മ്യൂസിക് ഒക്കെ എനിക്ക് തോന്നുന്നു അതിന്റെ BGM ഒക്കെ കൊള്ളായിരുന്നു. അങ്ങനെയല്ല, എലവേഷൻ തോന്നാൻ മാത്രം ക്യാരക്ടറിനോട് നമുക്കൊന്നും തോന്നുന്നില്ല, അതാണ് മേജർ പ്രശ്നം. എന്തായാലും ഈ പടം പൊട്ടി, അതാണ് എനിക്ക് തോന്നുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ റെസ്പോൺസ് വന്നിട്ട് ഇത് എന്താണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് കാണാൻ കുറച്ച് ഫണ്ടിന് വേണ്ടിയെങ്കിലും ആൾക്കാർ. അതന്നെ ഒരു മറ്റേ ഈ സാധനം ഇല്ലേ, തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടമുണ്ട്, ആ പടം ഇതേപോലെ മരങ്ങളിട്ട് പ്രതീക്ഷിച്ചു പോയി, മരങ്ങളിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇതിപ്പം കുറച്ചെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചു, പക്ഷെ മരങ്ങളിട്ടായി പോയി. എനിവേസ് ഓക്കെ, ഇനി കാണാനുള്ളവരോട് KGF ഒക്കെ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ, കാരണം ടിവിയിൽ വരുമ്പോ പിന്നെയും കാണുന്നയാ. അപ്പം അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പം കാണുന്നവരുണ്ട്, ഇനി കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ മലങ്കൾട്ട് എക്സ്പെക്ട് ചെയ്ത് പോവാ. അപ്പൊ കുറച്ച് ഫണ്ണ് തിയേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ലെവല് പടമാണ് പണി വെച്ചിട്ടുള്ളത്. ഒന്ന് പറയാം, റേറ്റിംഗ് എത്ര കൊടുക്കും? റേറ്റിംഗ് ഇനി പറഞ്ഞു പോയ സിനിമയുടെ സർട്ടിഫിക്കേഷൻ ഈ വീഡിയോക്കും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് റേറ്റിംഗ് ഒന്നുമില്ല, ഊഹിച്ചെടുക്കാം എന്താ ഉദ്ദേശിച്ചത്. ഒരു മേജർ സാധനം മിസ്സായി പോയി. നമ്മുടെ സുദേവ് നായർ ഉണ്ടല്ലോ, നമ്മുടെ മലയാളത്തിന്റെ സുദേവ് നായർ, അങ്ങേരി പടത്തിലുണ്ട്. പടം മൊത്തം ഉണ്ട്, ആദ്യം മുതൽ അവസാനം വരെ ഒരു ഗംഭീര ക്യാരക്ടറായിട്ടൊക്കെ ഉണ്ട്.
അങ്ങനെയൊക്കെ ഡയലോഗ് ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട സാധനം അങ്ങനെ വിഗുകളാണ്. ഇജാതി കോമഡി ലെവൽ വിഗുകൾ എവിടെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ റിവ്യൂ പറയാൻ മറന്നു പോയതാണ്. സോ നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെങ്കിൽ ആ വിഗ് പ്രത്യേകം നോട്ടീസ് ചെയ്യുക. വലിയ എഫേർട്ട് ഒന്നുമില്ല, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അത് നോട്ടീസ് ചെയ്തിരിക്കും.